ഇത് കുറച്ച് പഴയതാ, എങ്കിലും എനിക്കിത് പ്രാണനെ പോലെ വിലപ്പെട്ടതാ. ഇത് ഞാൻ മോൾക്ക് തരിക. ദാ. ഞാൻ പറഞ്ഞല്ലോ മോളെ, മോളോടുള്ള എന്റെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഇത് എന്റെ ഒരു സന്തോഷത്തിന് മോള് വാങ്ങണം. മോളെ, മോളിത് കഴുത്തിലിട്ടോ. ഇവളുടെ സഞ്ചിയിൽ ഇതുപോലെ പല ഐറ്റംസ് ഉണ്ടാവുമല്ലേ. ലോക്കറ്റ് തനി തങ്കാണെന്ന് തോന്നുന്നു. സന്ദീപ് കെട്ടിയ താലി മാത്രമേ സ്വർണ്ണായിട്ട് മോളുടെ കഴുത്തിലിടൂ എന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് മോളുടെ കയ്യിലിരുന്നോട്ടെ. അപ്പോ എന്റെ സമ്മാനം മോള് വാങ്ങിയില്ല അല്ലേ? വേണ്ടെങ്കിൽ ആ സമ്മാനം ശകുന്തള സ്വീകരിച്ചോളാം. അതുമാത്രല്ല, ആ സഞ്ചിയിലുള്ളതെല്ലാം ശകുന്തള സ്വീകരിച്ചോളാം. ഇപ്പൊ എന്റെ ആക്ഷൻ പ്ലാൻ നടത്താൻ സമയായി. സുകുമാരിയമ്മ ഇപ്പൊ റെഡിയായി വരും. മോളെ ചെന്ന് ഡ്രസ്സ് മാറും. അതാവുമ്പോ അവരകത്തുനിന്ന് വരുന്നത് കാണുകയും ചെയ്യാം, അവര് നമ്മളെ കാണത്തുമില്ല. വന്നാലുടനെ ചിക്കൻ കറി എടുത്ത് അവളുടെ ദേഹത്തു കൂടെ വീശൊഴിക്കണം. എന്നിട്ട് 2 മുട്ടയും നല്ല ഫുൾ ഡോസ് പോലെ വലിച്ചെറിയണം. എന്റെ പെർഫോമൻസ് കണ്ട് ശ്രീകല മേഡം ഇന്ന് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി തരണം. വർഷേ, നീ അമ്മയുടെ കൂടെ സ്കൂളിൽ പോകാൻ തന്നെയാണോ തീരുമാനം? ഡാഡിക്ക് ഒരേ നിർബന്ധം ശ്രീകലാമേ. എന്നാ പിന്നെ ഒന്ന് പൊയ്ക്കളയാന്ന് വെച്ചു. അവിടെ പോയിട്ട് ഒരു കാര്യമില്ല വർഷേ. ബോറടിച്ച് നീ ഒരു വഴിക്കാവത്തേ ഉള്ളൂ. എട്ടും പൊട്ടും തിരിയാത്ത കുറെ പിള്ളേരും എന്ത് ചെയ്യണമെന്നറിയാത്ത കുറെ സാറന്മാരും. ആ പിന്നെ നിന്റെ മല്ലിക ആന്റി അവിടെ ഉണ്ടല്ലോ.
അവരുടെ വക പൊങ്ങച്ചവും പത്രാസും കേട്ടിരിക്കേണ്ടി വരും. അല്ലാതെ നിന്റെ ഡാഡി കരുതുന്ന പോലെ അവിടെ പ്രത്യേകിച്ച് CID പണിയൊന്നും ചെയ്യാനില്ല. എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ശ്രീലാമേ. മുത്തശ്ശി ദേവൂട്ടിയായിട്ട് എന്താ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നറിയാലോ. ദേവൂട്ടി മിക്കവാറും ഇന്ന് സ്കൂളിലേക്ക് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതെന്താ? ശകുന്തള അവൾക്കിട്ടെ നല്ല പണി കൊടുക്കാൻ പോയിട്ടുണ്ട്. പണിയോ? എന്ത് പണി? അതൊക്കെയുണ്ട്. വാ. നീ വാ വാ വാ. ഷടാ, ഇവളെന്താ വരാത്തത്? കാണുന്നില്ലല്ലോ. ശ്രീലാമേ, എന്താ? ഇവിടെ ഇല്ല. അവിടെ ആയിരിക്കും. ഓ, ആ, വരുന്നുണ്ട് വരുന്നുണ്ട്. വലിയ ഗ്ലാമറസ് ആയിട്ട് വരുവാണല്ലോ. ശരിയാക്കി തരാം. എന്റെ ചാത്തന്മാരെ, സീനൊന്ന് കളറാക്കി തരണേ.